നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മലയാള സിനിമ, എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്റേഴ്സായ ബോബി സഞ്ജയ് കഥ, തിരക്കഥ, സംഭാഷണം ചെയ്യുന്ന ഒരു സിനിമയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. നാളെ റിലീസാകുന്ന സമയം വരെ ഇത് ബേബി ഗേളാണ്. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേബി വളരണം. ബേബി വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മാജിക് ഫ്രെയിംസിന് വളരാനായിട്ടും അടുത്തടുത്ത സിനിമകൾ എടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ബേബി നിങ്ങളെ ഞങ്ങൾ നാളെ ഏൽപ്പിക്കുകയാണ്. സിനിമ നല്ലതാണെങ്കിൽ മാത്രം. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാ പ്രൊമോഷൻ പ്രോഗ്രാമുകൾക്കും പോകാറുണ്ട്, പല പല സിനിമകളുമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജോലിയാണ് ആ സിനിമയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ജോലിയാണ് അത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക, റീച്ചാക്കുക, ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ വിജയിപ്പിക്കുള്ളൂ എന്നറിയാം. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണ ബോധ്യത്തിൽ തന്നെ പറയുകയാണ്, ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ത്രില്ല് സമ്മാനിക്കും, കുറച്ച് ഇമോഷൻ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രയും സിനിമ എടുത്തൊരു നിർമ്മാതാവ് എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ആ ബോധ്യമുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇത് സംവിധാനം ചെയ്തത് എൻ്റെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ അരുൺ വർമ്മയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ അറിയാം, അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടറുകളും അവരെല്ലാവരും ഹീറോയാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയും ബേബി ഗേൾ. നിവിൻ ഒരു ഹീറോയാണ് എന്ന് പറയുന്ന പോലെ മറ്റ് ഇതിൻ്റെ അകത്ത് ക്യാരക്ടറുകളായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സിനിമയിലെ ഹീറോകൾ തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു. ചേട്ടാ, ഇതൊരു സ്ട്രോങ് മെസ്സേജാണ്, ഒരു സ്ട്രോങ് കഥയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ കേട്ടു. സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതൊരു ചാലഞ്ച് ആയിട്ട് തോന്നിയോ, യു ആർ റെഡി ടു ഡു ദിസ് ഫിലിം? അല്ല, അങ്ങനെയല്ല. ഓരോ സിനിമയും നമുക്ക് ഒരു ഒറ്റ വാക്കിൽ ഒരു കഥ പറയുന്നവരുണ്ട്, ചിലർ ഡീറ്റെയിൽഡ് ആയിട്ട് കഥ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു ഒരു സിനിമയാണ്, ഒരു ചെറിയതായിട്ട് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ ആ സിനിമ ഇങ്ങനത്തെ ഒരു കഥ എടുക്കുമ്പോൾ അങ്ങനെ കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഡയറക്ടറിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് എന്താ പറയുക, സേഫ് ആവുകയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കൊച്ചു കഥയെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നല്ല പ്രേക്ഷകർക്ക് നല്ല ത്രില്ലിങ് കൊടുത്ത് നല്ല ട്വിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. പിന്നെ കുറേ ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം എല്ലാം കൂടി കലർന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കേട്ട കഥ ആളുകളുടെ അടുത്ത് അത്രയും ഫീലോടുകൂടി പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ സിനിമയുടെ ഡയറക്ടർ അരുൺ വർമ്മ അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേരുള്ള ടെക്നീഷ്യൻസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത്. അതുകൊണ്ടിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യം പകരുന്നതാണ്. ട്രാഫിക്കിനെ കുറിച്ച് ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടേക്കും ഒരു ട്രാഫിക് ടച്ച് നമുക്ക് ട്രെയിലറിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ അത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രാഫിക് ആയിട്ടുള്ള ഒരു കമ്പാരിസണിലേക്ക് പോകുമോ, എന്തായിരിക്കും ട്രാഫിക് കണ്ട ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വാട്ട് വി ഷുഡ് എക്സ്പെക്ട്, അതിനെക്കുറിച്ച് എന്താണ് ലിസ്റ്റ് ചേട്ടൻ പറയാനുള്ളത്? ട്രാഫിക്കും ഈ സിനിമയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നല്ല, അതായത് ഇത് രണ്ടാണ്. എങ്കിലും ഇതിനകത്തെ ക്യാരക്ടറുകൾ, അപ്പോൾ ആ സിനിമ കണ്ടവർക്കറിയാം. ഇപ്പം ശ്രീനിയേട്ടൻ അതിൻ്റെ അകത്തൊരു ഹീറോ ആയിട്ടാണ് വിവിൻ വരുന്നത്, പക്ഷെ ചാക്കോച്ചൻ അതിൻ്റെ അകത്തുണ്ട്, അങ്ങനെ വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ക്യാരക്ടറുകൾ, അപ്പോൾ അത്രയും ആളുകൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ക്യാരക്ടറുകൾ ആ സിനിമയിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതാണ്. അപ്പോൾ അതിൻ്റെ കഥയും ഇതുമായിട്ട് ഒരു സാമ്യം ഉണ്ടെന്നുള്ളതല്ല. അപ്പം അതുപോലെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്തത്. അല്ലാതെ വേറെ ഒരു കമ്പാരിസണും ഇല്ല.